സാറേ സാറേ നമ്മൾ ചെല്ലാൻ അടയ്ക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അത് സൈറ്റില് അടയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ ഏത് ടൈപ്പ് ചെല്ലാനാണ് നിങ്ങളുടെ അടയ്ക്കാൻ പറ്റുക? സ്പീഡ് ക്യാമറയുടെ അടയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും സ്പീഡ് ക്യാമറയുടെ അടയ്ക്കാൻ പറ്റില്ല. അതിന് ഇതുവരെ ഓഫർ ഇല്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പൊ ഈ ചെല്ലാൻ ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റും. നിങ്ങൾ തൊട്ടടുത്തുള്ള ചങ്ങനാശ്ശേരി ആർടി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ സ്പീഡ് ക്യാമറയുടെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് അടയ്ക്കാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ ആ സംവിധാനം ഇല്ല. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ആ സിസ്റ്റത്തിൽ നമ്മൾ അത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പീഡ് ക്യാമറയുടെ അടയ്ക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള ആർടി ഓഫീസിൽ ചെല്ലണം. അല്ലാത്ത ഏത് ഫൈനായാലും ഇപ്പൊ ഞങ്ങൾ എഴുതിയതോ അല്ലാതുള്ള ഫൈനുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ക്യാമറയിൽ തിരിച്ചിട്ടുള്ള ഫൈനുകളൊക്കെ, ആ ഫൈനുകളൊക്കെ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത വീഡിയോയിൽ അതിന്റെ ലിങ്ക്, ആ ലിങ്ക് വഴി കയറി ചെയ്യും. പിന്നെ ചിലർക്ക് വീണ്ടും അടയ്ക്കാൻ പറ്റാത്ത ഒരു കഴിവുണ്ട്. അതേതാണ്? കോടതിയിൽ പോയതാണ്. കോടതിയിൽ പോയത് അത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ റൂമിലോ എൻഫോഴ്സ്മെന്റിന്റെ കൺട്രോൾ റൂമിലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതാ കോടതിയിൽ നിന്ന് റിവേർട്ട് ചെയ്തതിന് ശേഷം ഈ സൈറ്റിൽ കയറി എന്ത് ചെയ്യാം? ഈ 50% അവൈലബിൾ. ഇത് എന്തുവരെയാണെന്നുള്ള അറിയാമോ? ഏപ്രിൽ 30 വരെ. അപ്പൊ അതിനു മുമ്പ് ഇത് ചെയ്തോണം. അപ്പം മാക്സിമം നേരത്തെ തന്നെ നമ്മളുടെ ഈ വീഡിയോ വൈറലായതിനു ശേഷം ധാരാളം ആൾക്കാർ ഈ അവസരം ഉപയോഗിക്കുന്നു. അപ്പൊ ഈ സ്കീം, അമ്നിസ്റ്റി സ്കീം ഇപ്പം മാത്രമല്ല, ഇപ്പോൾ നിയമം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. 4 ഒഫൻസ് അല്ലെങ്കിൽ 5 ഒഫൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ലൈസൻസ്, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ, ക്യാൻസലേഷൻ, അങ്ങനെയുള്ള ഒത്തിരി നടപടികളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓവർ സ്പീഡ് റെഡി ആയിട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് അത് റെഡിയായി വന്നത്. അപ്പൊ അത് അടയ്ക്കണമെങ്കിൽ ഇതിലൂടെ പറ്റില്ല, ഓൺലൈനിലായിട്ട് പറ്റില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആർടി ഓഫീസിൽ പോയാൽ മാത്രമേ ആ സൗകര്യം നിങ്ങൾ യൂസ് ചെയ്യൂ. ഇത് ഞങ്ങൾ അഡ്വർടൈസ് ചെയ്ത സമയത്ത് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ വീഡിയോ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഇപ്പൊ കണ്ടിട്ട് ഇവിടെ നിർത്തി സാറിനോട് ചോദിക്കാനായിട്ട് വന്നത്. കുഴപ്പമില്ല. നിങ്ങൾക്ക് ആദ്യം ഒരു വിഷമം തോന്നി. അത് ആ ഒരു സിസ്റ്റം ഞങ്ങൾ പ്രാവർത്തികമാക്കില്ല. പക്ഷെ അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ കൂടുതൽ ഗുണമാകും എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ആ ഓവർ സ്പീഡ് ക്യാമറയും കൂടെ ഫൈൻ അടയ്ക്കാനുള്ള സെറ്റപ്പ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നു, ഒപ്പടുത്ത് ആർടി ഓഫീസിൽ ചെന്നാൽ മാത്രമേ അത് അടയ്ക്കാൻ പറ്റുള്ളൂ. ഓവർ സ്പീഡിൽ ഓൺലൈനിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പം എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഓവർ സ്പീഡ് വഴി ക്യാമറയിൽ ഫൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ആർടി ഓഫീസിൽ തൊട്ടടുത്തുള്ള ആർടി ചെന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ബാക്കി നിങ്ങളുടെ ഏത് ഫൈനുകളും ഓൺലൈനായിട്ട് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ ആ ലിങ്ക് താഴെ ചേർക്കാം. അപ്പൊ അതുവഴി ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലാതെ കോടതിയിൽ പോയിട്ടുള്ളതാണെങ്കിൽ കോടതിയിൽ നിന്ന് റിവേർട്ട് ചെയ്യാനുള്ള സംവിധാനം അതാത് എൻഫോഴ്സ്മെന്റ് ഓഫീസുകളിലും ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സൗകര്യം ഏപ്രിൽ 30 മുമ്പ് നിങ്ങൾ അവൈൽ ചെയ്യുക. അത് മാത്രമല്ല, പരമാവധി എല്ലായിടത്തും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതല്ല ഈ ചെല്ലാൻ അദാലത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെയും ഈ ഒരു സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സർവീസിൽ ഹാപ്പി ആണോ? Yes, sir. Thank you for that great Okay, thank you very much.